അടുത്ത ആഴ്ച ഫിദയുടെ പരിപാടിക്ക് പോണ്ടേ? ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഞാൻ കേട്ടു നീ പറയുന്നേ. ഫിദയുടെ പരിപാടിക്ക് പോകുന്ന കാര്യല്ലേ? ആദ്യം ഇതിനൊന്ന് മാറ്റി വെക്കാവോ? അതിനെന്തായാലും ഗിഫ്റ്റ് വാങ്ങാൻ പോണ്ടേ? നമുക്കിന്ന് പുറത്തു പോയല്ലോ. ആരോമൽ പൂവ് പോലെന്നിൽ പൂത്ത പെണ്ണെ പേരു ചൊല്ലുമോ? ആരോരും കണ്ടിടാദൂരം ഇന്നു നീ എൻ കൂട്ടുപോരുമോ? കുരുന്നു പൂങ്കവേ കുറുമ്പു പുഞ്ചിരി മുഖം തെളിഞ്ഞാൽ ഉദിക്കും കിനാവുകൾ നിറഞ്ഞു തൂവും ഇളം തേനിലാവാണിവൾ. എമി, പെട്ടെന്നൊരു ദിവസം ഞാൻ മരിച്ചു പോയാൽ നീ എന്ത് ചെയ്യും? അനാവശ്യ കാര്യങ്ങളൊന്നും ചോദിക്കണ്ട. എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? എന്നാലും പറ. അങ്ങനെ ഇപ്പൊ സമ്മതിക്കണില്ലല്ലോ, പിന്നെന്താ? മേലെ മേഘപാളി താഴെ മഞ്ഞു തൂകി നിന്മൈ മൂടി നിൽക്കവേ നേരം നിന്നു പോയി ഏതോ. എഴുന്നേറ്റോ? ഇന്നലെ നീ പുറത്ത് പോകണമെന്ന് പറഞ്ഞേ. ഞാൻ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാൻ നോക്കാം. നീ ഗിഫ്റ്റൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്ക്. ബൈ. ഹലോ. നീ എന്താ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല? ഇതെന്താ ഇങ്ങനെ കിടക്കണേ? ഞാൻ സംസാരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല. ഞാൻ സംസാരിക്കാവുന്നതല്ല, ഇത് തരാമെന്നതാ. എമി, നീ ഈ കത്ത് വായിക്കുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല. നമ്മൾ പരസ്പരം എത്തിച്ചേരാൻ പറ്റാത്ത 2 ലോകങ്ങളിലായിരിക്കും. നിൻ്റെ ഓർമ്മകളിൽ മാത്രമായി ഞാൻ ജീവിക്കും. ഇത് നീ വായിക്കുമ്പോൾ കടന്നു പോകുന്ന അതേ മാനസികാവസ്ഥയിലൂടെയാണ് ഞാനും ഇപ്പോൾ കടന്നു പോകുന്നത്. 2 ദിവസം മുമ്പ് എനിക്ക് ഓഫീസിൽ വെച്ച് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. ഡോക്ടറിനെ കാണിച്ചപ്പോൾ എനിക്കിനി ഈ ലോകത്തധികം സമയമില്ല എന്ന് പറഞ്ഞു. ഇത് നീ അറിഞ്ഞാൽ വിഷമിക്കുമെന്നതിനാലാണ് ഞാനിത് മറച്ചു വെക്കുന്നത്. മരണം ഭയന്ന് നിൻ്റെ വിഷമവും കണ്ട് സങ്കടത്തോടെ ഈ ലോകത്തുനിന്ന് പോകുന്നതിനേക്കാൾ ഉള്ള കുറച്ച് നിമിഷങ്ങൾ നിൻ്റെ കൂടെ ചിരിച്ചു കളിച്ച് പഴയതുപോലെ ആയിരിക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട സമയത്താണ്
നിന്നെ കണ്ടുമുട്ടുന്നത്. നിന്റെ കൂടെ ചിലവഴിച്ച ഓരോ നിമിഷങ്ങളും എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. നമ്മൾ സ്നേഹിച്ചതും ഇടയ്ക്കിടെയുള്ള പിണക്കങ്ങളും പരിഭവങ്ങളുമെല്ലാം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. നിറമുള്ള ആ ഓർമ്മകളുമായി ഇവിടം വിട്ടു പോകുമ്പോൾ ഞാൻ ഏറെ സംതൃപ്തനാണ്. ഞാൻ മരിക്കുമ്പോൾ നീ എന്നെ സന്തോഷത്തോടെ യാത്രയാക്കണമെന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്കറിയാം നീ ഇപ്പോൾ എന്നെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണെന്ന്. ഞാൻ മരിക്കുന്നതിനെക്കുറിച്ച് നിനക്കറിയില്ലാത്തതിനാൽ മരിക്കുന്നതിന് മുമ്പ് എനിക്കങ്ങനെ ഒരു ഫെയർവെൽ നിൻ്റെ ഭാഗത്തു നിന്നും കിട്ടില്ല. ഞാൻ മരിച്ചു കഴിയുമ്പോൾ നീ എന്നെ കാണാൻ വരണം. എൻ്റെ കല്ലറയിൽ എനിക്കായി പൂക്കൾ വയ്ക്കണം. എന്നെ കാണാൻ വരുമ്പോൾ പക്ഷെ നീ വിഷമത്തിലായിരിക്കരുത്. നമ്മൾ ആദ്യം കണ്ടുമുട്ടിയപ്പോൾ നീ എത്രത്തോളം ഹാപ്പിയായിരുന്നു അതുപോലെ ആയിരിക്കണം. എന്നെ കാണാൻ വരുന്നതിന് മുമ്പ് 5 ദിവസം നീ എനിക്കായി കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അതെല്ലാം ചെയ്ത് സന്തോഷത്തോടെ ആയിരിക്കണം നീ എന്നെ കാണാൻ വരുന്നത്. ആദ്യത്തെ ദിവസം നമ്മുടെ വീടെല്ലാം നീ വൃത്തിയാക്കണം. ചെടികളൊക്കെ നനയ്ക്കണം. നമ്മുടെ ലൂക്ക, അവനെ നീ നന്നായി നോക്കണം. എനിക്കറിയാം നിനക്ക് അവനെ ഇഷ്ടമല്ല എന്ന്. എനിക്ക് വേണ്ടി നീ അവനെ ഇഷ്ടപ്പെടണം. അവനും ആ കൂട്ടിൽ ഒരു കൂട്ടില്ലാതെ ഒറ്റയ്ക്കല്ലേ. രണ്ടാമത്തെ ദിവസം നീ നിൻ്റെ ചേച്ചിയുടെ അടുത്ത് പോകണം. ചേച്ചിയുടെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കണം. നിന്നെ അമ്മയെപ്പോലെ നോക്കി വളർത്തിയതല്ലേ നിൻ്റെ ചേച്ചി. ചേച്ചിക്കും നീ മാത്രമല്ലേ ഉള്ളൂ. മൂന്നാമത്തെ ദിവസം നമ്മൾ പഠിച്ച കോളേജിൽ നീ പോകണം. നമ്മൾ ഒരുമിച്ച് നടന്ന ആ വരാന്തകളിൽ കൂടി നീ നടക്കണം. നമ്മുടെ കൂട്ടുകാരെയൊക്കെ നീ കാണണം. 4-ാം ദിവസം നമ്മൾ 2 പേരുമുള്ള ഒരു മെമ്മറി നീ വരയ്ക്കണം. നീ ഏറ്റവും എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യം അതാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി നീ ഒരു ചിത്രം വരയ്ക്കണം. 5-ാമത്തെ ദിവസമാണ് നീ എന്നെ കാണാൻ വരേണ്ടത്. എൻ്റെ കല്ലറയിൽ നീ പൂക്കളുമായി വരണം. എൻ്റെ അടുത്ത് കുറച്ചു നേരം ഇരിക്കണം. എനിക്കൊരു പ്രോപ്പർ ഫെയർവെൽ തരണം. ജോ, ജീവിച്ചിരുന്നപ്പോൾ നീ എന്നെ സന്തോഷിപ്പിക്കാൻ മാത്രമാണ് ശ്രമിച്ചത്. ഇപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ടും നീ ശ്രമിക്കുന്നത് അതിന് തന്നെയാണ്. എന്നാൽ നീ മരിച്ച ശേഷം നിന്നെ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും വന്നില്ല. ഒരു മുറിയിൽ വിഷമിച്ചിരിപ്പായിരുന്നു. ഞാൻ വിഷമിക്കുന്നത് കണ്ട് നീയും കരഞ്ഞിട്ടുണ്ടാവും. നിൻ്റെ ലെറ്റേഴ്സ് എന്നെ ആ വിഷമത്തിൽ നിന്നെല്ലാം മാറ്റി. ഞാൻ ഹാപ്പിയായി ഇരിക്കാനാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം. ഇനിയുള്ള എൻ്റെ ജീവിതം ഞാൻ നിന്നെ സന്തോഷിപ്പിക്കാനായി ജീവിക്കും. പക്ഷെ എനിക്കറിയാം ഒന്നും പഴയതുപോലെ എളുപ്പമായിരിക്കില്ലെന്ന്. നീ ഇല്ലാതെ ഈ ലോകത്തിൽ ഞാൻ ഒറ്റയ്ക്കാണെന്ന്. നമ്മൾ ഒരുപാട് ദൂരം ഒരുമിച്ച് സഞ്ചരിച്ചു. ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് എന്നെ ഒറ്റയ്ക്കാക്കി നീ പോയി. നീ പറഞ്ഞില്ലേ ഞാൻ നിനക്കൊരു പ്രോപ്പർ ഫെയർവെൽ തന്നില്ലെന്ന്. നിന്നോട് വിട പറയാൻ എനിക്കൊരിക്കലും കഴിയില്ല ജോ. എനിക്കറിയാം മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഒരു നിഴൽ പോലെ നീ കൂടെ ഉണ്ടാകുമെന്ന്. എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ഒപ്പം നീ നടക്കുന്നുണ്ടെന്ന്.